നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് താമരയുടെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ചിത്രം ലെഫ്റ്റ് സൈഡിലും രണ്ടാമത്തെ ചിത്രം റൈറ്റ് സൈഡിലുമാണ്. അപ്പോൾ ഇതിലേത് താമരയാണ് നിങ്ങൾക്ക് കൂടുതൽ ആകർഷണീയമായിട്ട് തോന്നിക്കുന്നത്, തിരഞ്ഞെടുക്കണം എന്ന് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് ഏത് താമരയാണോ ആ താമര നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം മനസ്സിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതിനുശേഷം ഈ വായന കാണുക. എല്ലാവരും തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ആദ്യത്തെ താമര തിരഞ്ഞെടുത്ത ആളുകളുടെ വായനയിലേക്ക് പോകാം. നമസ്കാരം സുഹൃത്തുക്കളെ. ആദ്യത്തെ താമര തിരഞ്ഞെടുത്ത ആളുകളുടെ വായനയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് പ്രണയം പ്രകടിപ്പിക്കാത്തത്? ഇത് ഏതൊരു അവസ്ഥയിലുള്ള ആളുകൾക്കും ഈ ഒരു വായന കാണാവുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാരായിക്കോട്ടെ, കാമുകി കാമുകന്മാരായിക്കോട്ടെ, ഏതവസ്ഥയിൽ പോകുന്ന ആളുകൾക്കും ഈ ഒരു വായന കാണാവുന്നതാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുവാൻ മടി കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വായന ഉപകാരപ്പെടുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വായന ഒരു സാമ്യവും തോന്നിക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കരുത്. ഇത് ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം കാണാനായിട്ട് ശ്രമിക്കുക. വായനയിലേക്ക് കടക്കാം. നമുക്കിവിടെ ലഭിക്കുന്നത് തേർഡ് ഐ ചക്ര വളരെയധികം ആക്റ്റീവായിട്ടുള്ള, നമ്മൾ പറയില്ലേ തിരുനെറ്റിയിലെ മൂന്നാം കണ്ണ്, ശിവഭഗവാനുണ്ട് അല്ലേ? അതുപോലെ ചില ആളുകൾക്ക് തൃക്കണ്ണുണ്ട്. ഇവിടെ നമുക്ക് വളരെയധികം അതിശക്തയായിട്ടുള്ള ഒരു സ്ത്രീയുടെ സാന്നിധ്യമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കാം, നിങ്ങളൊരു വിവാഹിതനോ വിവാഹിതയോ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ അമ്മ സ്ഥാനത്ത് നിൽക്കുന്ന ഏതോ ഒരു സ്ത്രീയായിട്ടാണ് കാണുന്നത്. കാമുകി കാമുകന്മാരാണെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ അമ്മയാകാം. ഇത് കൂടുതൽ സാമ്യം തോന്നുന്ന അല്ലെങ്കിൽ അധികമായിട്ട് വരുന്ന ഊർജത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഇന്ന വ്യക്തി എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇതൊരു ജനറൽ ആയിട്ടുള്ള വായന ആയതുകൊണ്ട് ഇത് എല്ലാവർക്കും ശരിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് മനസ്സിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും ഇവിടെ നമുക്ക് ഒരു സ്ത്രീയുടെ സാന്നിധ്യം തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു സ്ത്രീ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ കാമുകി കാമുകന്മാരായാലും ഭാര്യ ഭർത്തൃ ബന്ധമായാലും ഏത് തരത്തിലുള്ള ബന്ധമായാലും ഈ വ്യക്തിക്ക് ആദ്യം നിങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു. നല്ല രീതിയിൽ സ്നേഹവും കരുതലും വാത്സല്യവും നിറഞ്ഞ ഒരു ബന്ധം തന്നെയായിരുന്നു നിങ്ങളുടെ രണ്ടുപേരുടേതും. പക്ഷേ അത് ഇടക്കാലം വെച്ചിട്ട് മുറിഞ്ഞു പോയ അവസ്ഥയാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിക്ക് അത്യാവശ്യം ഒരു അഹന്തയുള്ള സ്വഭാവം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ വന്നതിന് ശേഷം ഈ വ്യക്തിക്ക് ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒരേ തോണിയിലൂടെ സഞ്ചരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് കമിതാക്കളായിരുന്നു, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു. നിങ്ങൾ സ്നേഹിച്ച് ഈ വ്യക്തിയെ നിങ്ങളുടെ പരിധിയിൽ വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ദേഷ്യവും അഹങ്കാരവും ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ സ്നേഹത്തോടു കൂടി മാറ്റി നിങ്ങളുടെ വരുതിക്ക് വരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പക്ഷെ അവിടെ ഒരു തൃക്കണ്ണുള്ള, അല്ലെങ്കിൽ ആ ഒരു തേർഡ് ചക്ര, അല്ലെങ്കിൽ ആ ഒരു തേർഡ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റ് ആയിട്ടുള്ള, വളരെയധികം ശക്തിപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ത്രീ ഒരു മൂന്നാമതൊരു വ്യക്തിയായിട്ട് കയറി കൂടിയതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് നിങ്ങളുടെ വ്യക്തിയെ പൂർണ്ണമായിട്ടും അവരുടെ അടിമയാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് അവരെ ഭൂരിഭാഗവും ആക്കി കഴിഞ്ഞു. പക്ഷേ നമ്മൾക്കിവിടെ മൂന്നാമത്തെ കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വ്യക്തി കുറച്ചും കൂടെ ഒരു ബുദ്ധിപൂർവം ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാം ഹൃദയത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല, കുറെയൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഈ സ്ത്രീയിലേക്ക് അടിമയായിട്ടില്ല, പക്ഷെ അടിമ ആയതായിട്ട് അഭിനയിക്കുന്നുണ്ട്. കുറച്ചൊക്കെ അഭിനയിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഈ വ്യക്തി ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എന്ന് പറയുന്നത് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മൂന്നാമത് വന്നിരിക്കുന്ന വ്യക്തി വേണോ, അതോ മൂന്നാമത് വന്നിരിക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കണോ, അതോ നിങ്ങളാണോ ശരി എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂന്നാമത് വന്നിരിക്കുന്ന ആ സ്ത്രീ എന്ന് പറയുന്നത് അവർക്ക് പറഞ്ഞ് അവരുടെ സൈഡിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തേക്ക് മാറ്റിയെടുക്കാനുള്ള പ്രത്യേക കഴിവുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഈ സ്ത്രീ പോയ സ്ഥലങ്ങളിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുത്തിട്ടുള്ള ഒരു മനുഷ്യ സ്ത്രീ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ പൈശാചിക ശക്തിയാണ് നമുക്കിവിടെ കൂടുതലും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇവിടെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ആ ഒരു ശക്തി കൊണ്ടോ ആയിരിക്കണം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കും ഒരവസരം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചിട്ടും ഈ വ്യക്തി ബുദ്ധിപൂർവം ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നുള്ള സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഈ ഒരു സ്ത്രീ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ശരിക്കും നിങ്ങൾ പാർവതിയും പരമേശ്വരനും പോലെ ആയിരുന്നു. ആ ഒരേ തോണിയിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ട് ആളുകളായിരുന്നു. പക്ഷെ അത് പാതി വഴിയിൽ വെച്ച് മുറിഞ്ഞു പോകേണ്ട അവസ്ഥ വന്നു. അത് ഈ സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ വ്യക്തി ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിയെ അത്ര പെട്ടെന്ന് പറ്റിക്കാൻ സാധിക്കുകയില്ല. ബുദ്ധി കൊണ്ട് ചിന്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുടങ്ങാതെ ചെയ്യുക. വ്രതം അനുഷ്ഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യുക. കാരണം സാധ്യത നിങ്ങൾ ജയിക്കാനാണ് കൂടുതലും കാണിക്കുന്നത്. നിങ്ങൾ ജയിക്കുന്ന രീതിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ആദ്യത്തെ താമര തിരഞ്ഞെടുത്ത ആൾക്കാരുടെ വായന എന്ന് പറയുന്നത്. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. നിങ്ങളുടെ സാഹചര്യത്തിനൊത്ത കാര്യമാണ് നിങ്ങളിപ്പോൾ കേട്ടതെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. നന്ദി. സുഹൃത്തുക്കളെ, അപ്പോൾ രണ്ടാമത്തെ താമര തിരഞ്ഞെടുത്ത ആളുകളുടെ വായനയാണ്. നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കാത്തത്? തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ട്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു പുച്ഛഭാവം തോന്നിയേക്കാം. കാരണം ഈ വ്യക്തിയുടെ പ്രവൃത്തിയിലൊന്നും ഇത് വ്യക്തമാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം ലഭിക്കുന്നില്ലല്ലോ. പിന്നെ ഈ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ള ചോദ്യമായിരിക്കാം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു കൃഷ്ണ ഭഗവാന്റെ ഒരു ഊർജമായിട്ടാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾക്ക് രാധയും കൃഷ്ണനും ഇരിക്കുന്ന ആ ഒരു കമിതാക്കളുടെ കാർഡാണ് നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഭ്രാന്തമായ സ്നേഹം തന്നെയാണ്. പക്ഷേ ഈ വ്യക്തിയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി ഇങ്ങനെയാണ്.
അത് നിങ്ങളാണ് മാറ്റിയെടുക്കേണ്ടത്. ചിലപ്പോൾ ഇത് ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കാം. നമുക്ക് ഈ ഒരു കൃഷ്ണ ഭഗവാന്റെ ഒരു രീതി എന്ന് പറയുമ്പോൾ നമ്മൾ വളരെയധികം കരഞ്ഞ് വിഷമിച്ച് ഈ ഒരു കൃഷ്ണ ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കും. അതിനുശേഷം ചെറിയൊരു പുഞ്ചിരിയോടുകൂടി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരുന്ന ഒരു ദേവനാണ് കൃഷ്ണ ഭഗവാൻ, അല്ലേ? അതുപോലെ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതും നിങ്ങളെ കൺഫ്യൂസ്ഡ് ആക്കുന്നതും നിങ്ങളെ ഈ വ്യക്തിയുടെ പുറകെ നടത്തിപ്പിക്കുന്നതും ഒക്കെ, അതിലൊക്കെ ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേക തരം സ്വഭാവമുള്ള വ്യക്തിയായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ രീതി ഇങ്ങനെയാണ്. ചിലപ്പോൾ ഈ വ്യക്തിക്കൊരു അനിയത്തി ഉണ്ടാകാം, അനിയൻ ഉണ്ടാകാം, ചേട്ടൻ ഉണ്ടാകാം, ചേച്ചി ഉണ്ടാകാം. ഇനി മറ്റാരുമില്ലെങ്കിലും ഈ വ്യക്തി ചിലപ്പോൾ ഒറ്റ മകനായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റ മകളായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് വളരെയധികം വാശിയേറിയ തരത്തിലുള്ള ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ വ്യക്തി അങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇരട്ട ജ്വാലയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നു, ട്വിൻ ഫ്ലെയിം ജേണി. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി അധികം പ്രകടമാക്കുന്നില്ല സ്നേഹം. ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം, ഇങ്ങനെ പോയാൽ ശരിയാകില്ല, നിങ്ങൾ അകന്നു പോകും എന്നുള്ള ഒരു മനോഭാവമാണ് ഈ വ്യക്തിക്കുള്ളത്. പക്ഷെ എങ്കിൽ പോലും നമുക്കിവിടെ ലഭിക്കുന്നത് ഈ വ്യക്തി പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ആയി പോകുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിലുള്ള സ്നേഹം പുറമെ പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായി പോകുന്നു. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ജഡ്ജ്മെന്റ് എനർജിയിലാണ് നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ, ഈ വ്യക്തിക്ക് എന്നോടുള്ളത് ഒരു നേരം പോക്കാണോ, ഈ വ്യക്തി എന്തുകൊണ്ടാണ് എന്നോട് സ്നേഹം പ്രകടിപ്പിക്കാത്തത്? ചിലപ്പോൾ ഈ വ്യക്തി പോലീസ് ആയിരിക്കാം, പട്ടാളത്തിലായിരിക്കാം, വളരെ കർശനമായിട്ടുള്ള ഒരു ജീവിത ശൈലിയിൽ വളർന്ന ഒരു വ്യക്തിയായിരിക്കാം. അച്ഛൻ്റെയോ അമ്മയുടെയോ സ്നേഹമോ തണലോ വാത്സല്യമോ ഒന്നും ലഭിക്കാതെ വളർന്നു വന്ന ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു ചിട്ടയോടുകൂടിയുള്ള ഒരു ജീവിതമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ നിങ്ങളാണെങ്കിൽ നേരെ തിരിച്ചായിട്ടുള്ള ഒരാൾക്കാരാണ്. നിങ്ങൾ വളരെയധികം ലാളനയോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും വളർന്നു വന്ന ഒരു ജീവിതക്കാരാണ്. നിങ്ങൾക്ക് എടുത്തു വെച്ച രീതിയിലുള്ള വർത്താനം പോലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയില്ല. പക്ഷെ ഈ വ്യക്തിയുടെ സംസാര രീതി അങ്ങനെയാണ്. പക്ഷെ ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, വളരെയധികം സ്നേഹമാണ്, വളരെയധികം ശാരീരികപരമായിട്ട് ബന്ധപ്പെടണം എന്നൊക്കെ വളരെയധികം ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം നമ്മൾക്ക് ഡബിൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. കുറച്ച് വയലന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചും കൂടെ റൂഡായിട്ടുള്ള ഒരു സ്നേഹം, അതൊക്കെയാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം. പലതരത്തിലുള്ള ആളുകളാണല്ലോ ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വ്യക്തിക്ക് സ്നേഹമുണ്ട്. ഒരിക്കലും ഒരു തരത്തിലും നിങ്ങളെ ചതിക്കാനോ പറ്റിക്കാനോ വഞ്ചിക്കാനോ ഒന്നും ഈ വ്യക്തിക്ക് താല്പര്യമില്ല. ഈ വ്യക്തിയോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഈ വ്യക്തി പറയുമോ, ഓക്കെ എനിക്ക് നിങ്ങളോട് സ്നേഹമില്ല, ഓക്കെ എനിക്ക് നിന്നോട് സ്നേഹമില്ല, എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടാണല്ലോ ഞാൻ നിനക്ക് ഇതൊക്കെ വാങ്ങിച്ചു തരുന്നത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നത്. അത് സ്നേഹമുള്ളോണ്ട് തന്നെയാണ്. പക്ഷെ ഈ വ്യക്തി പ്രകടിപ്പിക്കുന്ന രീതി തെറ്റായ രീതിയിലാണ്. ആ ഒരു ഇതാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഈ വ്യക്തിയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട്, നമ്മൾ മാത്രം മനസ്സിലാക്കിയാൽ മതി, വേറെ ആരെയും എനിക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഈ ഒരു സ്വഭാവം കാരണം പലവർക്കും തെറ്റിദ്ധാരണകൾ വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ ഈ കാര്യം പറയുകയാണെങ്കിൽ അവരും പറയും ശരിയാണ്, ഈ വ്യക്തിക്ക് നിന്നോട് സ്നേഹമില്ല, ഈ വ്യക്തി നിന്നോട് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. അപ്പം അങ്ങനെയും കൂടി പറയുമ്പോൾ തീർച്ചയായും. പക്ഷെ ഈ വ്യക്തിയുടെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എനിക്കാരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല, ഞാൻ സത്യസന്ധനാണ്, അല്ലെങ്കിൽ ഞാൻ സത്യസന്ധയാണ്, എനിക്ക് സ്നേഹമുണ്ട്, ഞാൻ സ്നേഹത്തിൽ വിശ്വസിക്കുന്നു, സ്നേഹം എനിക്കുണ്ട്, പക്ഷെ അതെനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യം ഇല്ല.
എന്നുള്ള തരത്തിലുള്ള മനസ്സോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. ഈ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ധാരാളം വിജയങ്ങൾ കൈവരിക്കും, മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കും, പല പല സ്ഥാനമാനങ്ങൾ നേടിയെടുക്കും. ഒരു കിങ്ങിന്റെ എനർജിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ ഈ വ്യക്തി വൻ പരാജയമായിരിക്കും. കാരണം ഈ വ്യക്തിയുടെ പ്രകടനം ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കാണെങ്കിലും എപ്പോഴും സംശയം തോന്നിക്കൊണ്ടിരിക്കും, ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ടിൻ ഫ്ലെയിം ജേണിയിലൊക്കെ ആണെങ്കിൽ പറയേ വേണ്ട. ഡിവൈൻ മാസ്കുലൈൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള പ്രോത്സാഹിപ്പിക്കുന്ന സ്വഭാവവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല, ഒരു പെരുമാറ്റവും നിങ്ങൾക്ക് ലഭിക്കുകയില്ല, സ്നേഹമായിട്ടുള്ള ഒരു പെരുമാറ്റവും. അപ്പോൾ നിങ്ങളെ വളരെയധികം കൺഫ്യൂഷൻ, ആശയക്കുഴപ്പത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഈ വ്യക്തിയുടെ ഭാര്യ, ഈ വ്യക്തിയുടെ കുട്ടികളുടെ അമ്മ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ചിന്ത തന്നെയാണ്, നിങ്ങളുടെ മുഖമാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. ഇതാണ് രണ്ടാമത്തെ താമര തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിംഗ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്യം തോന്നിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക, ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അധ്യായത്തിലേക്ക് വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.